ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വിവാഹ സാഫല്യത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു 50 വയസ്സ് പ്രായമുള്ള ഫസ്റ്റ് മാരേജിലുള്ള ഒരു ഗണക യുവതിയുടെ ബയോഡാറ്റയാണ്. ഗണക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പണിക്കർ, കണിയാൻ എന്നൊക്കെ പറയും. ഗണക, കളരിപ്പണിക്കർ എന്നൊക്കെ പറയും ഈ വിഭാഗത്തിന്. അപ്പോൾ അതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് പറയാം. അപ്പോൾ ഈ ഗണക വിഭാഗത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ ബയോഡാറ്റയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. ഇവർ 50 വയസ്സാണ്. പോസ്റ്റ് ഗ്രാജുവേഷനാണ് കേട്ടോ അവരെ ക്വാളിഫിക്കേഷൻ വരുന്നത്. അച്ഛന് എക്സ് സർവീസ് മാനാണ്, അമ്മ ഹൗസ് വൈഫാണ്. ഇവർ പത്തനംതിട്ട ജില്ലയിലാണ് ഇവരെ വീട് വരുന്നത്. ഇവർക്ക് ഇത്ര ഏജ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് മാരേജ് തന്നെ വേണമെന്നൊന്നും പറയുന്നില്ല. അവർക്ക് ഇപ്പോൾ അവരെ പിന്നെ ജാതിയിലും ശരിക്കും ഈ ഗണക വിഭാഗങ്ങളൊക്കെ വളരെ കുറവാണല്ലോ. അതുകൊണ്ട് തന്നെ അവർക്ക് ജാതി മസ്റ്റായിട്ട് ഗണക വേണമെന്നൊന്നും നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു നല്ല OBCയിലുള്ള ഒരു പയ്യനാണെങ്കിൽ അവർ ഈ ബന്ധം കണ്ടിന്യൂ ചെയ്യുമെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഫസ്റ്റ് മാരേജ് ആയാൽ കൊള്ളാമെന്നുണ്ട്. ഇനി സെക്കൻഡ് മാരേജ് ആയാലും ബാധ്യതയൊന്നുമില്ലാത്ത ഒരാളാണെങ്കിൽ അവർ നോക്കുന്നുണ്ട്. കാരണം 50 വയസ്സൊക്കെ ആയില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇങ്ങനത്തെ ഡിമാൻഡുകളൊക്കെയാണ് പറഞ്ഞത്. ജാതകമൊന്നും ഇപ്പോൾ ഗണകയാണെങ്കിൽ ശരിക്കും ജാതകം നോക്കുന്ന ആളുകളാണ് ഇവർ, അല്ലേ? ശരിക്കും നമ്മളെയൊക്കെ ജാതകങ്ങൾ നോക്കുന്ന ആളുകളാണ് ഈ കണിയാൻ ഗണക വിഭാഗത്തിലുള്ളവർ. അങ്ങനെയാണെങ്കിൽ പോലും അവർക്ക് ജാതകത്തിൽ അത്ര നിർബന്ധമൊന്നുമില്ല. കാരണം ജാതകം നോക്കി ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം അവർക്ക് ഇത്രയും ചേരാത്തത് കൊണ്ടൊക്കെ ആയിരിക്കാം അവർക്ക് ഇത്രയും നീണ്ടുപോകാൻ കാരണം പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയ ഒരു കുട്ടി, അത്യാവശ്യം സുന്ദരിയായൊരു കുട്ടി, അവർ കല്യാണം ഇത്രയും വൈകിയെങ്കിൽ അത് അവർ ജാതകത്തിൻ്റെ പ്രശ്നം എന്നാണ് നമ്മളടുത്ത് പറഞ്ഞത്. അപ്പോൾ ജാതകം നോക്കാൻ തയ്യാറില്ലാത്ത അല്ലെങ്കിൽ ജാതകം ഒന്ന് നോക്കണമെന്ന് ആഗ്രഹമില്ലാത്ത ഒരു ടീമാണെങ്കിലും അവർക്ക് ഈ ബന്ധം താല്പര്യമുണ്ട്. അപ്പോൾ ഈ ബയോഡാറ്റ നിങ്ങളിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ട്, നിങ്ങളെ റിലേഷനിലോ ഗണക വിഭാഗത്തിൽ തന്നെ നിങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കിക്കോളൂ. അതെല്ലാം നിങ്ങൾക്ക് ജാതി പ്രശ്നമല്ല, നമുക്ക് ഗണകയായാലും കുഴപ്പമില്ല എന്നുള്ള ആളുകളുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ. അല്ലെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് നിങ്ങളെ ബയോഡാറ്റ ആഡ് ചെയ്തോളൂ. രാവിലെ 10 മണി മുതൽ 5 മണി വരെ എൻ്റെ ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് നിങ്ങളെ ബയോഡാറ്റയും ഫോട്ടോ ഒക്കെ അയക്കാം, അല്ലെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം. ഞാൻ എടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെ ബയോഡാറ്റ ദയവ് ചെയ്ത് എൻ്റെ ഫോണിലേക്ക് അയച്ചു തരിക. അതേപോലെ നിങ്ങളുടെ ഒരു ഫോട്ടോ, ഹൈറ്റ്, വെയ്റ്റ്, നിങ്ങളെ നക്ഷത്രം വെറുതെ അയച്ചോളൂ. നക്ഷത്രം അപ്പോൾ ജസ്റ്റ് അവർക്ക് ഇത്രയും നാളുകൾ ചേരുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്ര നാളുകളാണ് അവളത് ചേരുന്നത് എന്നൊക്കെ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചേരുന്ന നാളുകളാണെങ്കിൽ നിങ്ങളടുത്ത് പറയാൻ എനിക്കും ഒരു സന്തോഷമല്ലേ. അപ്പോൾ അവർക്കും ജാതകം നോക്കി കല്യാണം കഴിച്ചു എന്നുള്ളൊരു സന്തോഷം കിട്ടിക്കോട്ടെ. അപ്പോൾ അവർക്ക് ഏതൊരാൾ, പ്രത്യേകിച്ച് ഈ വിഭാഗത്തിലുള്ളവർക്കായതുകൊണ്ട് ജാതകം നോക്കിയിട്ടുള്ളൊരു ബന്ധമായിരിക്കും കൂടുതൽ താല്പര്യം, അല്ലേ? അപ്പോൾ അവർക്ക് ജാതകം ശരിയാവാത്തത് കൊണ്ടായിരിക്കും ഇനിയിപ്പോൾ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ഉള്ളൊരു ബയോഡാറ്റയാണ് ഇപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും തന്നെ ഇത് നിങ്ങളിലെല്ലാവരിലേക്കും, നിങ്ങളെ വേണ്ടപ്പെട്ട എല്ലാവരിലേക്കും എത്തിക്കുക. ഇങ്ങനെ കല്യാണം കഴിയാതിരിക്കുന്ന ഒരു കുട്ടി ആയതുകൊണ്ടും എവിടെയെങ്കിലും വേണ്ടി ഈ കുട്ടിക്ക് വേണ്ടി ഒരാളുണ്ടാവും, അല്ലേ? അപ്പോൾ അവരിലേക്ക് നമ്മളെ ബയോഡാറ്റ എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ടാവണം. അപ്പോൾ എല്ലാവരും തന്നെ എൻ്റെ ഈ വീഡിയോ എല്ലാ ദിവസവും ഞാനിടുന്ന വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്ക് എത്തിക്കണം. ആദ്യമായിട്ടാണ് കാണുന്നവർ എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കാതിരിക്കുക. പിന്നെ എൻ്റെ നമ്പറിലേക്ക് നിങ്ങളെ ബയോഡാറ്റ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ കൂടുതൽ വീഡിയോ നിങ്ങൾക്ക് ഡെയിലി കാണാൻ പറ്റും. അപ്പോൾ പിന്നെ ഞാനിടുന്ന ഷോർട്ട് വീഡിയോകളും നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ
പുതിയ ഒരു വീഡിയോയുമായിട്ട് ഇനിയും ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നത് വരെ എല്ലാ എൻ്റെ ഫ്രണ്ട്സിനും ഞാനൊരു പുതിയ വർഷം കൂടി ആശംസിക്കുകയാണ്. അതേപോലെ ശുഭരാത്രി കൂടി. ഓക്കെ.